അത് വയനാടാണ്. വയനാട് നെല്ലാറച്ചാലിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കാരാപ്പുഴ റിസർവോയറിൽ ജീപ്പ് മറിഞ്ഞാണ് ഈ അപകടം. എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്ക്രീനിൽ. കാരാപ്പുഴ റിസർവോയറിൽ നിന്നുള്ള ദൃശ്യമാണ്. ജീപ്പ് മറിഞ്ഞാണ് അപകടം. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കില്ല എന്ന വിവരമുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്തൊരു അപകടം, സമാനമായ രീതിയിൽ ഒരു അപകടം ഉണ്ടായിരുന്നു ഇതേ സ്പോട്ടിൽ. കമൽ വിവരങ്ങളുമായുണ്ട്. കമൽ, ദൃശ്യങ്ങൾ കാണാം. ജീപ്പ് അവിടെ നിന്ന് പണിപ്പെട്ട് കരയിലേക്ക് കയറ്റുന്നത്. ആർക്കും പരിക്കില്ല, അങ്ങനെ പേടിക്കേണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ അപകടം എങ്ങനെ ഉണ്ടായി? അപകടത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസവും അവിടെ അപകടമുണ്ടായ സ്ഥലമല്ലേ? അവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തതാണോ, റോഡിന്റെ പോരായ്മയാണോ, അതോ ആളുകൾ അപകടമുണ്ടായേക്കും എന്ന മുന്നറിയിപ്പ് അവഗണിച്ചും വാഹനമിറക്കുന്നതാണോ? രതീഷ്, ഇത് കാരാപ്പുഴ ഡാമിനടുത്തുള്ള നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് ആണ്. റോഡല്ല. ഇവിടെ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലമാണ്. നിരവധി ടൂറിസ്റ്റുകൾ എത്താറുണ്ടെങ്കിലും പ്രത്യേകിച്ച് DTPCയോ ജലസേചന വകുപ്പോ ഇവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണ സംവിധാനവുമില്ല. ഓപ്പണായി കിടക്കുന്നു മൈതാനം പോലെ. ഒരു ഭാഗത്ത് റിസർവോയർ ആണ്, അങ്ങോട്ട് ചെരിവാണ്. ആളുകൾ ഒരുപാട് എത്തുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ജീപ്പുമായും കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ട്രാക്ടർ ഉപയോഗിച്ചൊരു റീൽസ് ചിത്രീകരിക്കുമ്പോഴാണ് ഈ ട്രാക്ടർ വെള്ളത്തിലേക്ക് മറിഞ്ഞത്. ഇന്ന് രാവിലെ ജീപ്പ് ഇവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ജീപ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. എന്നോടൊപ്പം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ, അതുപോലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആമിനയും എന്നോടൊപ്പം ചേരുന്നു. എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും രാവിലെ ഇവരിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ടിന് വന്നതാണ്. രാവിലെ 6 മണിക്ക് വന്ന ഉടനെ തന്നെ അവർ വണ്ടി തിരിച്ചു നിർത്തി. വണ്ടി അപ്പം തന്നെ താഴേക്ക് പോവുകയും ചെയ്തു വെള്ളത്തിലേക്ക്. ഡ്രൈവർ അടക്കം വെള്ളത്തിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഇവിടെ മീൻ പിടിക്കാൻ വന്ന കുട്ടികളാണ് കണ്ടത്. അവരപ്പം തന്നെ വിളിച്ചറിയിച്ചു ഇങ്ങനെ വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഇവിടെ വരുന്നു. കുടുംബസമേതം വന്നിട്ട് സമയം എന്താ വെച്ചാൽ ഉല്ലാസ സമയങ്ങൾ അവർ ഇതിന് വേണ്ടി വരുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രദേശം ടൂറിസം മേഖലയായി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സന്തോഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സാഹസിക ടൂറിസവുമായിട്ട് വരുന്ന ആളുകൾ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ട്രാക്ടർ അപകടം ഉണ്ടായി. അവരുടെ RC കേസെടുത്തു, RC കട്ട് ചെയ്തു. അങ്ങനെയുള്ള നടപടികൾ. അതിൽ പുറമെ ഇഷ്ടംപോലെ ബൈക്കുമായി വന്നും ആളുകൾ പ്രകടനങ്ങൾ നടത്തി പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു മേഖലയെന്ന് വെച്ചാൽ ആദിവാസി മേഖലകൾ ഏറ്റവും കൂടുതൽ ഉന്നതികളുള്ള 6ഓളം ഉന്നതികളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് തന്നെ ഈ കാരാപ്പുഴയെ ആശ്രയിച്ച് മീൻ പിടിച്ചുമൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം വിഷമമുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസത്തിന് അല്ലെങ്കിൽ കൈമാറുകയോ അല്ലെങ്കിൽ ലീസിന് കൊടുക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിന് കൈമാറുകയോ ചെയ്ത് ഇത് ഏറ്റെടുത്ത് ഇതിപ്പോൾ 10-12ഓളം വർഷമായി ടൂറിസത്തിന് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞ് 5 ഏക്കറോളം സ്ഥലം ഇവിടെ മാറ്റിയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ട്രാക്ടർ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ട്രാക്ടർ അടക്കം ഇത് തന്നെയാണ്. ഇവിടെ വന്നിട്ട് റിലീസ് എടുത്ത അവർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്, അത് മയക്കുമരുന്ന് മദ്യമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ള ആളുകളായിരുന്നു. അവരോട് എടുക്കേണ്ടെന്ന് ഇവിടുത്തെ പ്രദേശവാസികളാവുന്നതും പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാണ്ടാണ് അവർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വണ്ടി മറിക്കുന്ന തരത്തിലുള്ള പ്രകടനം ഇവിടെ കാഴ്ചവെച്ചു. ഇതുപോലെ തന്നെ അന്നും കുറേ ആളുകൾ അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ആ ആളുകളുടെ മുമ്പിലിട്ട് അഭ്യാസ കുട്ടികളടക്കമുള്ള സ്ത്രീകളും കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അന്നും അപകടം സംഭവിക്കാത്ത രീതിയിൽ കഴിച്ചിലായി. വണ്ടി മാത്രം മറിഞ്ഞ് ഇന്നും അത് തന്നെ അവസ്ഥ. ആർക്കും അപകടമൊന്നും സംഭവിക്കാതെ വണ്ടി മാത്രം മുങ്ങേണ്ട അവസ്ഥ വന്നു. ഇനി ഇതുപോലെ ഒരു മരണം എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രം ഇതിന് അറുതി ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ ആശങ്ക. എന്തായാലും ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ടൂറിസവും അതുപോലെ തന്നെ കാരാപ്പുഴ വകുപ്പും ഇത് സംയുക്തമായിക്കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. പോയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾ എന്ന നിലയിൽ ഇനി പ്രക്ഷോഭ പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നാട്ടുകാർ വലിയ രോഷത്തിലാണ്. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ്. നിയന്ത്രണമില്ലാതെ പ്രദേശവാസികളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അത് ആ പ്രദേശത്തിന് തന്നെ ഒരു നാണക്കേടായി മാറുകയാണ്. ഇത് ഈ ഒരു 5 ഏക്കർ, ഈ കാണുന്ന 5 ഏക്കർ ഭൂമി ടൂറിസത്തിനായി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ അപകടങ്ങൾ സ്ഥിരമാകുന്നത്. ലഹരിയൊക്കെ ഉപയോഗിച്ച് ആളുകൾ പല വാഹനത്തിലെത്തി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പരാതി. ശാശ്വതമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യമായി ഉന്നയിക്കുന്നത്. പ്രാദേശിക ടൂറിസം അത്
വലിയ തോതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ്. കൂടുതൽ സഞ്ചാരികൾ, തദ്ദേശീയ സഞ്ചാരികൾ എത്തുക എന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഈ കാഴ്ചകളെല്ലാം എല്ലാവർക്കും കാണാനുള്ളല്ലോ. അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അതിമനോഹരമായ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും പതിയിരിക്കുന്നത്. അവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ്. ആളുകളെ പരിപൂർണമായി തടയുക, ഈ കാഴ്ചകൾ കാണാതെ അവരെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. പക്ഷേ അപകടങ്ങൾ തടയാനുള്ള ഇടപെടലാണ് അനിവാര്യമായി വരുന്നത്. വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള മറ്റൊരു ദൃശ്യം കൂടി. അതെ, ആ ജീപ്പ് മറിഞ്ഞ് അതിൽ വീണ് കിടക്കുന്ന, നേരത്തെ നമ്മൾ കണ്ടത് ജീപ്പ് മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇത് അപകടം നടന്നതിന് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹെലിക്യാം ദൃശ്യങ്ങളാണ്. അവിടെ കുറെ അധികം ആളുകൾ ഈ ഒരു ജീപ്പ് മറിഞ്ഞത് കണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടൂറിസം സ്പോട്ടാണ്. ഇറിഗേഷൻ വകുപ്പ് ഇത് ടൂറിസം സ്പോട്ടായി വളർത്തി കൊണ്ടുവരുന്ന ഒരു 5 ഏക്കർ ഭൂമിയുണ്ട്. ഇപ്പോൾ ആ വെള്ളത്തിൽ വീണ ജീപ്പ് മുകളിലേക്ക് വലിച്ച് എടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം. ജീപ്പ് അവിടെ നിന്ന് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം. കാരാപ്പുഴ റിസർവോയറിലാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം അത് അല്പം വലുതാണ്. ആർക്കും പരിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ സംഭവമായി തോന്നാമെങ്കിലും അടിക്കടി അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇടപെടലാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ജീപ്പ് റിസർവോയറിൽ നിന്ന് പുറത്തേക്ക് കയറ്റുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ്, അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ്, പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രദേശവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഭൂമി മുഴുവൻ ടൂറിസത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ കാര്യമായി മേൽനോട്ടത്തിനൊന്നും ആരുമില്ല. അപ്പോൾ പലരും ഈ ലഹരി ഉപയോഗിച്ചൊക്കെ പലതരത്തിൽ ഈ അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലൊരു ശ്രദ്ധ വേണം, ഇടപെടൽ വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾ, ജനപ്രതിനിധികളൊക്കെ പറയുന്നത്.